ഹലോ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നുപേരും ഇങ്ങനെ ഒരു ലൈവായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ മിഥുൻ ചേട്ടൻ്റെ വിളിച്ചിരുന്നു. അതെ, സ്മാർട്ട് ഷോയിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിയൽ ആയിട്ടുള്ള അമ്മയും മക്കളും അല്ല, അതായത് ഒരു വയറ്റ് ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ അവിടെ ആ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും നമ്മളായിട്ട് പറയുന്നതിനെ കഴിയും ഇങ്ങനൊരു സദസ്സിൽ പറയുമ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതിനു മുന്നേ നമ്മുടെ തന്നെ പല പ്ലാറ്റ്ഫോമിലും നമ്മളത് വെളിപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇപ്പം നമ്മുടെ തന്നെ 2 ഇൻ്റർവ്യൂ ആർട്ടിക്കിളൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞുകൂടാത്തവർക്ക്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടവർക്ക് വലിയൊരു ആശ്ചര്യമായിപ്പോയി. അതുപോലെ ഒരുപാട് പേര് എനിക്ക് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് ഇട്ട്, നിങ്ങൾ ഇത്രയും നാൾ നമ്മളെ പറ്റിക്കുകയായിരുന്നോ, ചതിക്കുകയായിരുന്നോ, വഞ്ചിക്കുകയായിരുന്നോ. എനിക്ക് മെസ്സേജിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, അമ്മാതിരി കമൻസ് എനിക്ക് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വന്നത്. നമ്മൾ ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമ്മൾ അതിൻ്റെ റീസൺ പറഞ്ഞു. അതായത് നമ്മൾ കപ്പിളായിട്ട് തുടങ്ങിയൊരു അക്കൗണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി രണ്ടുപേരും ഒരു റീച്ച് ഒരുവിധം ആക്കി 100K പേർക്ക് ഫോളോവേഴ്സ് എല്ലാം ആക്കി നമ്മളൊരു റീച്ചായി നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്കൊരു അമ്മായിമ്മയുടെ ഒരു റോള് വേണമായിരുന്നു. അപ്പോൾ അമ്മേനെ ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അഭിനയിക്കാൻ. പക്ഷേ ഓൺ വോയിസ് അല്ല, നമ്മുടെ റീല്, അതായത് നമ്മുടെ ടിക്ടോക്കിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു എന്തായിരുന്നു ഡഫ് മാഷ്, ആ ഒരു വേഷനായിരുന്നു അമ്മയ്ക്ക് അന്നൊക്കെ ഉള്ളത്. പിന്നെയാണ് നമ്മൾ ഓൺ വോയിസിലോട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു റോള് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ അത് ഭംഗിയായിട്ട് നിറവേറ്റി. ആദ്യമൊക്കെ കുറച്ച് വീഡിയോയിൽ ഒരു അമ്മാവിയുടെ റോളുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയായിട്ട് നമ്മളുള്ള ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുനാളോട്ടേ ഞാൻ കാണുന്ന അമ്മയാണ്. അപ്പോൾ ചേട്ടന് റിലേറ്റീവ്, ചേട്ടന് സ്വന്തമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ കുഞ്ഞുനാളോട്ടേ കാണുന്ന അമ്മയാണ്. എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് ഇവരുടെ അമ്മയല്ല, ഇവരുടെ സ്വന്തം അമ്മയല്ല. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ആത്മബന്ധമുണ്ട്. അത്രയും ക്ലോസ്, നമ്മളെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ബോണ്ടിങ് ഉണ്ടാകത്തുള്ളൂ. അതായത് നമ്മളെ എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ട്. അത് അത്രയും ക്ലോസ് ആയതുകൊണ്ടാണ്. ഇതിപ്പം ഒരു അമ്മയുടെ വയറ്റ് ജനിക്കണമെന്നില്ല, ഒരമ്മയും മക്കളും ആവണം എന്നുണ്ടെങ്കിൽ അമ്മയുടെ വയറ്റ് ജനിക്കണമെന്നില്ല. കർമ്മം കൊണ്ട് നമുക്ക് അമ്മയാവാം. ഇപ്പം ശോമയെ പറ്റി പറയാനാണെങ്കിൽ ശോമ എൻ്റെ മാത്രമല്ല, നമ്മുടെ ഈ എല്ലാവരുടെയും അമ്മയെന്ന് തന്നെ പറയാം. അത്ര ക്ലോസ് ആണ് അമ്മയെ നമ്മളുള്ള ആ മെൻ്റലായിട്ടുള്ള അടുപ്പമെന്ന് വെച്ചാൽ. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു അമ്മയാണ്. അപ്പം ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അമ്മ ഇപ്പം റീലിൽ നിങ്ങൾ കാണുന്ന അമ്മ മാത്രമല്ല, അത് യഥാർത്ഥത്തിലും അമ്മ നമ്മളോട് അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം നമ്മളത് നമ്മുടെ തെറ്റുകുറ്റങ്ങളായാലും നമ്മുടെ ശരികളായാലും എല്ലാം അമ്മ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി നമ്മളെ കൂടെ നിൽക്കുന്ന, നമ്മുടെ വളർച്ചയിലൊപ്പം നിൽക്കുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഇപ്പം മിക്കവരും ചോദിക്കുന്നത് വിഷു ചേട്ടൻ്റെ യഥാർത്ഥ ഫാമിലി എന്തേ, അവരെന്താ കാണിക്കാത്ത. അപ്പോൾ റിയലായിട്ടൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ വിഷു ചേട്ടൻ്റെ ഫാമിലി ഒട്ടും സപ്പോർട്ടല്ല. നമ്മൾ ടിക്ടോക്ക് തുടങ്ങിയ കാലം തൊട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. അതിലൊരു 3/4 ഭാഗം എത്തിയപ്പോഴാണ് അമ്മ വന്നതെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്രയും നമ്മൾ ഈ ഒരു നമ്മുടെ ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ, വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും അത്രയും നമ്മൾ നാണം കെട്ട് അപമാനിച്ച് ഇല്ല. എൻ്റെ ശോമ മാത്രമേ ഉള്ളൂ നമ്മളെ കുറ്റം പറയാത്ത. നമ്മുടെ നാട്ടുകാരെ തന്നെ പറയാം, എനിക്ക് എല്ലാവരെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഞങ്ങൾ അപമാനിച്ചിട്ടുള്ളവരേ ഉള്ളൂ. അത്രയ്ക്ക് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഈ പിള്ളേർ ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ അവരുടെ അടുത്തും സിനിമകളെ അമ്മയും വന്ന് പരാതി പറഞ്ഞു, ചേച്ചി എൻ്റെ മക്കളെ ഇങ്ങനെ എന്നണക്കൊക്കെ പറയുന്നു. അപ്പോഴേ പറയും, നീ നിൻ്റെ കാര്യം നോക്കടി, കൊച്ചുങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന കണക്ക് ചെയ്യട്ട്, നമുക്കവരെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ അതുകൊണ്ട് എപ്പോഴും മക്കളോട് പറയും, മക്കളിത് ചെയ്യണം, ഇത് ചെയ്ത് മുന്നോട്ട് തന്നെ വരണം, നിങ്ങളെ ലോകം അറിയപ്പെടണം. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴവർ ഡാൻസൊക്കെ കളിക്കുമ്പോൾ പിറക്കം നിന്ന് ഡാൻസ് കളിക്കുന്ന രംഗമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി കളിക്കുമായിരുന്നു അന്നും. അപ്പോൾ എന്നെ ഒരു കോമാളി പോലെയാണ് അത് കാണിക്കുമ്പോൾ എല്ലാവരും കളിയാക്കിയിട്ട് വരെ ഉണ്ട്, എന്തിനങ്ങനെ കയറി നിന്നേന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവർ വിജയിക്കണം എന്നും പറഞ്ഞാണ് ഞാൻ കയറി നിന്നത്.
അല്ലേ? അതെ, സപ്പോർട്ട് ചെയ്തു നമ്മളെ. അതായത് നമ്മുടെ പിന്നെയാണ് ഞാൻ ഇത് ഈ ഒരു വേഷം ശിവന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു വന്നത്. വേഷം ചെയ്യാൻ ഒരു അമ്മ റോള് വേണം. അങ്ങനെ വിഷ്ണുവിന്റെ അമ്മ അത് ചെയ്യത്തില്ല. ഞാൻ പറയാം, അതിപ്പോൾ പറയാമോ എന്ന്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയാൻ അങ്ങനെ ഒരു വേദി ഒരുക്കണ്ടെന്ന് വിചാരിച്ചാണ് ഇത്രയും നാളും പറയാഞ്ഞത്. നമുക്കിപ്പോൾ ടിക്ടോക്ക് തൊട്ടുള്ള കാലത്തൊട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടും സപ്പോർട്ടല്ല. ചേട്ടൻ്റെ വീട്ടിൽ വീഡിയോ നമുക്ക് പറ്റിയില്ല, ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് തൊട്ട് തന്നെ എൻ്റെ മാമൻ്റെ വീട്ടിൽ വെച്ച്, നിങ്ങൾ ആ പണ്ട് മുതലുള്ള വീഡിയോ നോക്കിയാൽ നമ്മൾ സ്വന്തം വീട്ടിൽ, അതായത് ചേട്ടൻ്റെ വീട്ടിൽ നമ്മൾ വീഡിയോ ചെയ്ത് അങ്ങനെ കുറവാണ്. കാര്യം ചെയ്യാനുള്ള സാഹചര്യം നമുക്കവിടെ ഒരുക്കി തന്നിട്ടില്ല, നമുക്ക് അങ്ങനെ അന്തരീക്ഷം കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ മാമൻ്റെ വീട് തന്നു. മാമിയാണ് ഫുൾ സപ്പോർട്ടും ക്യാമറയൊക്കെ പിടിച്ച് നമ്മളെ എല്ലാ സപ്പോർട്ടും തരും. എനിക്ക് തോന്നുന്നു അന്ന് ടിക്ടോക്കുള്ളപ്പോൾ ഒരു 3 ലക്ഷത്തോളം ഫോളോവേഴ്സ് അന്നും ഇതേ കണക്ക് ഉണ്ട്. 10 മില്യണോളം വീഡിയോ വൈറലായ ആ ഒരു സാഹചര്യം, അത് അതിൻ്റെ മാമിയുടെ സപ്പോർട്ടുള്ളത്. അതായത് കുടുംബത്തിൽ നിന്ന് ഒരാളെ സപ്പോർട്ടെങ്കിലും നമുക്കുള്ളത് മാമിയാണ്. അപ്പോൾ ആ മാമി കാരണം നമുക്ക് ഒരുപാട് വളർച്ചയും, അന്നും നമ്മൾ ഇതുപോലെ മനോരമയിലും കാര്യങ്ങളൊക്കെ പോയി അതിൽ ഒരു മുക്കാലോളം സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെ സാഹചര്യം മാത്രമല്ല, അവിടുത്തെ നമ്മുടെ നാട്ടുകാരും ഒട്ടും സപ്പോർട്ടല്ലായിരുന്നു. ഉള്ള കാര്യം കൂടെ അങ്ങ് പറയാലോ, നമ്മളെ കൂടെ നിന്ന് ചിരിക്കുകയും നമ്മളെങ്ങോട്ട് മാറുമ്പോൾ നമ്മളെ അങ്ങേയറ്റം അപമാനിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാവരും എനിക്ക് അറിയാത്തവരുണ്ട്. പക്ഷെ ഇന്ന് അതേ ആൾക്കാർ ഇവർ നമ്മുടെ നാട്ടുകാരാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് നാട്ടിൽ വലിയ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് കേട്ടോ, ഇപ്പം മാറി, ഇപ്പം എല്ലാവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. അപ്പോൾ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മളെ നാണം കെടുത്തി അപമാനിച്ച ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കുറ്റം പറയാതെ നമ്മൾ ഭാര്യയും ഭർത്താവോട് ചെയ്യുന്നതാണ്, അതിലെന്തിപ്പോൾ തെറ്റ്, അവരെ ഇഷ്ടത്തിന് ചെയ്യില്ല, അവർ വൃത്തിയിടൊന്നും ചെയ്യല്ലോ എന്നുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളും നൽകിയ അമ്മയാണ് നമ്മുടെ ശോഭയമ്മ. അമ്മയ്ക്കും ആഗ്രഹം, എൻ്റെ കൊച്ചുങ്ങളോടെ എനിക്കും കയറി കളിച്ചതോ, അതോരോരുത്തർ ആഗ്രഹങ്ങളാണ്. നമുക്ക് ഓരോരുത്തരോടെ ഓരോ പാഷനും കാര്യങ്ങളൊക്കെ കാണും. അങ്ങനെ കയറി വന്നതാണ് നമ്മുടെ അമ്മ. അപ്പോൾ അമ്മയുടെ ആ ഒരു മനസ്സും നന്മയും നമ്മൾ തിരിച്ചറിയണമല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ടിക്ടോക്ക് അവസാനിച്ചു, പിന്നെ അത് റീലായി, ഇൻസ്റ്റഗ്രാം റീലായി, അതിൽ വീഡിയോ ചെയ്തു തുടങ്ങി. ഇപ്പോൾ അമ്മ വന്നതിന് ശേഷം പിന്നെ നമ്മൾ യൂട്യൂബിൽ സജീവമാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് യൂട്യൂബിലുള്ള ആൾക്കാർക്ക് നമ്മളെ ഇവർ അമ്മയെ വെച്ച് കുറേ പേര് അങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്, അമ്മയെ വെച്ച് റീച്ച് ആക്കുന്ന. പക്ഷെ അങ്ങനെ ഒരിക്കലും, അതായത് യൂട്യൂബിലുള്ളവർ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം അത് അമ്മയെ വെച്ചുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു സെറ്റിലാക്കിയതിന് ശേഷമാണ്. നമ്മളടുത്ത് നേരിട്ട് ഒരാൾ വന്ന് എൻ്റെ കൂടെ ഒരുപാട് പേര് ചോദിക്കും, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പം ഇയാളുടെ മോനാണോ, നിങ്ങളെ മോനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ മോനല്ലെന്ന് എനിക്ക് കൊണ്ട് പറയാൻ പറ്റത്തില്ല. പറയാൻ തോന്നില്ല. കാരണം അല്ല എന്ന് പറയാൻ കാര്യം, ഞാൻ ഒരു മക്കളെ പ്രസവിച്ചില്ല, അതാണ് സത്യം. അപ്പോഴേ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ടും ഞാൻ മോനെന്ന് വിളിക്കുന്നതുകൊണ്ടും എനിക്ക് ഉടനെ അങ്ങ് എൻ്റെ മോനല്ലെന്ന് ആരുടെയും പറയാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേരോട് ഞാൻ എൻ്റെ മോനെന്നാണ് പറഞ്ഞിട്ടുള്ള. അങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നോട് ക്ഷമിക്കണം. കാര്യം ഇനി എൻ്റെ കൂടെ ഒരാൾ വന്ന് ചോദിച്ചു, വിഷ്ണു നിങ്ങളെ മോനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആണെന്നേ പറയാൻ പറ്റൂ. ഉടനെ എനിക്കല്ലെന്ന് പറയാൻ ഇപ്പോഴും പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പറയാൻ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സിനി എൻ്റെ മോളാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അല്ല, മിനിയുടെ മോളാണ്, എൻ്റെ കൂട്ടുകാരുടെ മോളാണ് സിനി. ഞാൻ സിനിയാണ് ഒരുപാട് എടുത്തിട്ടുള്ളതും വളർത്തിയിട്ടുള്ളതും നോക്കിയിട്ടുള്ളതും. സിനിയാണ് വിഷ്ണു അവളെ വിവാഹം കഴിച്ച് വന്നപ്പോഴും അവൾക്ക് നമ്മളോടുള്ള സ്നേഹം വിഷ്ണുവിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ ഒരു മോനെ പ്രസവിക്കാത്തതുകൊണ്ടായിരിക്കും അവൻ എൻ്റെ മോനാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ സിനി എൻ്റെ മോളാണെന്ന് ആര് ചോദിച്ചാലും ഞാൻ പറയാം അത് മിനിയുടെ മോളാണ്. മരുമോളണക്കല്ല, എനിക്ക് മോനില്ലാത്തത് കൊണ്ടായിരിക്കാം അവൻ എൻ്റെ മോനാണെന്ന് വെച്ചാൽ എനിക്കല്ലെന്ന് പറയാൻ വയ്യ. എനിക്കൊരു മോനെ കിട്ടി എന്ന് നാട്ടുകാർ എൻ്റെ കൂടെ ചോദിക്കുമ്പോൾ ഞാൻ ആണെന്നങ്ങ് പറഞ്ഞു. ഇനിയായാലും എൻ്റെ കൂടെ ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അതാണ് ഇതിലെ. പക്ഷെ വിഷ്ണു പറയൂ എന്തോ, വിഷ്ണു പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരോടെ. അമ്മ അല്ലെന്നും വിഷ്ണുവിനും പറയാൻ ഒക്കത്തില്ല. അപ്പോഴും പിന്നെ ബന്ധങ്ങൾ ചോദിക്കുമെന്ന് വെച്ചിട്ടല്ല. എനിക്ക് ഈ വർഷം പിറ്റിങ്ങടെ ഉത്സവത്തിന് 2-3 കൊച്ചുങ്ങൾ വന്ന് എൻ്റെ കൂടെ കാര്യമായിട്ട് ചോദിച്ചു. എന്നിട്ടും എൻ്റെ ഉള്ളു തുറന്ന് എനിക്ക് എൻ്റെ മോനല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. അതെനിക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോയുടെ അല്ല,
എന്താണോ എന്തോ അത്രയ്ക്ക് ആത്മബന്ധം ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ചിലപ്പോ എനിക്കൊരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ സ്വന്തമായിട്ട് പ്രസവിച്ചൊരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ വരൂലായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല, എന്തോ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിപ്പോയി. അല്ലെന്ന് പറയാൻ നമുക്കും പറ്റുന്നില്ല. പിന്നെ അത്രയും വലിയൊരു പൊതുവേദിയിൽ വന്ന് മിഥുൻ ചേട്ടനൊക്കെ ചോദിക്കുമ്പോ നമുക്ക് അങ്ങനെ വിഷമം ഉണ്ടായിരുന്നു, എങ്കിലും നമുക്കത് പറയേണ്ടി വന്നു. അല്ല, അതൊരു നമ്മള് തന്നെ അങ്ങോട്ട് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ആണെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അത് പറയാതിരിക്കുന്ന മോശമാണല്ലോ. ചാനൽ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ അവർക്ക് അറിഞ്ഞൂടായിരുന്നു അമ്മയാണെന്ന് പറഞ്ഞാൽ ചാനൽ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി പറഞ്ഞതാണ്. അപ്പൊ കാര്യം എന്തെന്ന് വെച്ചാൽ ഒരാളെങ്കിലും അത് കണ്ടിട്ടയ്യോ അത് അവരെ അമ്മയല്ലേ എന്ന് വിളിച്ച് പറയുമ്പോൾ അതിൽ നിന്നൊരു പ്രശ്നം നമ്മളെ ജീവിതത്തിലും ആവരുത്, നാട്ടുകാർക്കും നമ്മളൊരു കള്ളം പറഞ്ഞതായിട്ട് വരരുത്. നമ്മൾ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. കാരണം നമ്മളെ മുമ്പത്തെ മിക്ക വീഡിയോ 2-3 ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഈ സത്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെ അധികം പുതുതായിട്ട് വരുന്ന ആൾക്കാർ കണ്ടു കാണത്തില്ല. ഇവിടെ അയലത്തുള്ളവർക്കും അറിയാം, പിന്നെ ആ ഇന്റർവ്യൂസ് കണ്ടവർക്ക് അറിയാം. മുന്നത്തെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ഈ ഇൻബോക്സിൽ വന്നിട്ട് നമ്മൾ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ നമ്മളെ കണ്ടത് ആ രീതിയിൽ തന്നെ ഞങ്ങളെ മാറ്റി കാണരുത്. അമ്മയും മോനും എല്ലാം നിങ്ങൾ ഒരിക്കലും കാണരുത്. എനിക്കത് ഭയങ്കര വിഷമമാണ്. ഞാൻ വീഡിയോ ഒന്ന് വേണമെങ്കിൽ മാറിപ്പോവാം, എന്നാലും വിഷ്ണു എൻ്റെ മോനെല്ലാം നിങ്ങൾ കാണരുത്. അമ്മ എന്നാലും അംഗീകരിക്കില്ല. അവരെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഉൾക്കൊണ്ടുപോയി. എൻ്റെ അടുത്ത് പലപ്പോഴും പറയും, മോളെ ഇവനെ അമ്മ 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 എന്ന് വിളിച്ച് എനിക്കിപ്പം പറ്റുന്നില്ല, അമ്മ എല്ലാം അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ വിധം അങ്ങ് അറ്റാച്ച്മെന്റ് ആയി. ഇപ്പം അതായത് ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന എല്ലാം ഇപ്പം വയ്യാതായാലും എന്തായാലും അമ്മയ്ക്ക് ഉണ്ടാകുന്ന അതേ പിടച്ചിലും വേവല അത് ഇല്ല. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ വഴക്ക് നിങ്ങൾ റീല് കാണുമ്പോൾ പറയുന്നതെല്ലാം ശരിക്കും നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യാൻ കാരണം തന്നെ ശരിക്കും അമ്മ പറയുന്ന അതേ വികാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ശോമ നമ്മളെ വഴക്ക് പറയുന്നതും കാര്യങ്ങളും. വീഡിയോ തീർന്നാലും ഇത് തന്നെ സെയിം ക്യാരക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കത് ഒട്ടും. പിന്നെ ഇവരുടെ മുഖച്ചായ ഒരുപോലെ. ഞാൻ പറയാം, എന്റെ മക്കളെ കാര്യം കൊണ്ട് തന്നെ ഞാൻ തലവേദന എടുത്ത് നടക്കണം. അപ്പോഴും നീയൊക്കെയും കൂടി ഒന്ന് എനിക്ക് സ്വസ്ഥത തരാതിരിക്കല്ലേ, നിങ്ങൾ വരുമ്പോൾ സന്തോഷമായിട്ട് വരണേന്നാണ് ഞാൻ പറയുന്നത്. അടികൂടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവരെ ഞങ്ങൾ അടികൂടിയ ഞാൻ പറഞ്ഞു, എന്റെ മക്കളെ ജീവിതത്തിന്റെ തലവേദന എനിക്ക് തീർന്നിട്ടില്ല, പിന്നെ നീയൊക്കെയും കൂടി ഒരു സമാധാനം തരാനായിട്ട് ഈ വീട്ടിൽ വന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ എന്താണോ നമ്മളെ അമ്മയും മക്കളുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വീഡിയോ ഓഫ് ആകുമ്പോൾ മറ്റൊരു മുഖം അങ്ങനെയില്ല. അത് നമ്മളിപ്പോൾ പുറത്ത് വെച്ച് ആര് കണ്ടാലും നമ്മളെങ്ങനെയാണോ അത് തന്നെയാണ്, റിയൽ ക്യാരക്ടേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജ് ഇട്ടിരുന്നു. അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയ മറുപടിയാണ്. അപ്പോൾ തുടർന്നും അമ്മയ്ക്ക് ഇത്രയും പറയാനുള്ളൂ, തുടർന്നും അമ്മയെ തന്നെ അമ്മയായിട്ട് തന്നെ കാണണം. അമ്മയ്ക്കൊരു വേർതിരിവ് തോന്നരുത് എന്ന്. പിന്നെ ഇതാണ് ഒട്ടും ആള് അപ്സെറ്റ് ചെയ്യാൻ വയ്യെങ്കിൽ ഞാൻ മാറും. പിന്നെ അങ്ങനെ അത് ജനങ്ങൾ പറയട്ടെ. അല്ല പിന്നെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇതൊക്കെ ഫേസ് ചെയ്യണമെന്ന് ഇറങ്ങി തിരിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഇതിലോട്ട് വന്നേ. പിന്നെന്താ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുടുംബത്തിൽ നടക്കുന്ന ഓരോരോ നർമ്മപരമായ കാര്യങ്ങളും മണ്ടത്തരങ്ങളും മരുമക്കള് അമ്മായിമ്മ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഓരോ അങ്ങനെ യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് നമ്മളിതെല്ലാം ഉൾക്കൊണ്ട് ചെയ്യുന്നത്. അതാണ് അത്രയും നിങ്ങൾക്ക് ഒറിജിനാലിറ്റി ആയിട്ട് തോന്നുന്നത്. അമ്മ മാറണമെന്നൊക്കെ നിർണായക തീരുമാനം എടുത്താൽ അതെങ്ങനെ ശരിയാകും? അത് പ്രേക്ഷകർക്ക് കൊടുക്കണം. പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം. നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അവരിതുകൊണ്ടാണ് ജീവിച്ചു പോണത്. അങ്ങനെ പറയുന്നത് എന്തിന്? അങ്ങനെ പറയണ്ട, അത് പ്രേക്ഷകർ തീരുമാനിക്കും. അവരത് അംഗീകരിച്ചു പോയി. അവരത് കുറച്ചുപേര് അങ്ങനെ വീഡിയോ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറ്റിച്ചു വഞ്ചിച്ചു എന്നുള്ള തോന്നലുള്ളവരുടെ കാര്യമാണ് ഈ അമ്മ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കമന്റ് ഇടണേ, അമ്മ പിന്മാറണോ വേണ്ടേന്ന്. അതെ, പിന്നെ എന്തിനു കൊള്ളാം, ഉപ്പില്ലാത്ത കുഴപ്പമില്ല, ഉപ്പില്ലേലും കുഴപ്പമില്ല. എന്താ കുഴപ്പം? നിങ്ങൾ ജീവിക്കണ്ടേ? ഇത് നമ്മളെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇതൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, സമൂഹത്ത് ദോഷമില്ലാത്ത വൃത്തികേടില്ലാത്ത നമ്മുടെ ലൈഫിന് സന്തോഷകരമായ നമുക്കൊരു മാനസിക സന്തോഷം തരുന്ന കാര്യവും അത്യാവശ്യം വരുമാനം തരുന്ന ഒരു കാര്യവും അല്ലേ. അത് വളരെ നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമുക്ക് സന്തോഷം തരുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക അല്ലേ. ഒരു വൃത്തികേടും ഇല്ലാത്ത കാര്യമല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ചെയ്താൽ എന്താ അല്ലേ. നമ്മളെ മൂന്നൂരുടെ വീഡിയോ പിന്നെ ഞാനും വിഷ്ണുവായിട്ട് നല്ല സാദൃശ്യമുണ്ട്. അതെ,
ഞാനും വിഷ്ണുവായിട്ടല്ല, ഇവരെ 2 മക്കളും ഞാനും വിഷ്ണു കണ്ട ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളണക്ക് ഇരിക്കുക തന്നെയാണ്. എങ്ങനെ അങ്ങനെ അതുകൊണ്ടുകൂടി ആയിരിക്കും എനിക്ക് ഈ ഒരു ആത്മബന്ധം അവിടെ വന്നത്. ഓരോരുത്തരും കമന്റ് ഇടുമ്പം പറയും അമ്മയുടെ കണക്കിരിക്കുന്ന എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും എനിക്കും തോന്നും അങ്ങനെയാണെന്ന്. ഇപ്പം കൊച്ചുമോനെ പ്രസവിച്ചപ്പം അവൻ എൻ്റെ കണക്കിരിക്കുകയായിരുന്നു. കവളൊക്കെ ശരിക്കും കണ്ണും അല്ലേ എൻ്റെ കവിളും എൻ്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. നമുക്കും തോന്നിയിട്ടുണ്ട്. കൊച്ചുമോൻ എൻ്റെ കണക്കിരിക്കുകയായിരുന്നു. അവനിപ്പോ എൻ്റെ സ്വരം കേട്ടാൽ തന്നെ അവൻ തലയെടുത്ത് നോക്കും. അവൻ പെട്ടെന്ന് തിരിച്ചറിയാം. വയറ്റിൽ കിടക്കുമ്പോഴേ എൻ്റെ സ്വരം കേട്ട് രണ്ടാമത്തെ ഫുള്ള് അമ്മയുടെ ആഹാരമായിരുന്നു. മറ്റേ നമ്മുടെ പിന്നെ മുട്ടച്ചോറും തക്കാളിക്കറിയൊക്കെ ഫുള്ള്. പിന്നെ എപ്പോഴും അമ്മയുടെ സംസാരം തന്നെ കേട്ട അപ്പൊ അവന് പെട്ടെന്ന് സൗണ്ട് തിരിച്ചറിയാൻ പറ്റിയായിരുന്നു. അങ്ങനെ കുറെ റിലേഷൻ അങ്ങനെ. പക്ഷെ എന്താണെന്നറിയത്തില്ല, നമ്മുടെ ആത്മബന്ധവും നമ്മുടെ ഒത്തൊരുമയും നമ്മുടെ ഭയങ്കര സ്നേഹവും ഉള്ളതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിരിയാൻ തോന്നുന്നില്ല. അതാണ് പ്രശ്നം. ഇത് കണ്ടിട്ട് എല്ലാവരും കമന്റ് ഇടണം. ഞങ്ങള് എന്തരാണെന്ന് അവരോരോ മനസ്സിൻ്റെ ഇത് കമന്റ് ഇടണം. ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല. ഇതിലൊരു ശിവന്റെ വീഡിയോ ചെയ്തപ്പം അങ്ങനെ അതിലൊരു അമ്മാവിയുടെ റോളായിട്ട് ഞാൻ കയറി ചെയ്ത് ഒരുപാട് വട്ടം ഞാൻ തെറ്റിച്ചതാണ്. എങ്കിലും അപ്പോഴും എന്നെ ഇതിൽ വന്ന കമന്റ് വിഷ്ണുവിൻ്റെ അമ്മ എന്നായിരുന്നു. മില്യൺ അടിച്ചൊരു വീഡിയോ ആയിരുന്നു. അതിൽ ലോഹം ഒട്ടുക്ക് വിഷ്ണുവിൻ്റെ അമ്മ എന്നെ അമ്മയായിട്ട് അങ്ങ് ആക്കി. അപ്പോഴ നമ്മളെ ഈ കുറെ എന്നെ എല്ലാരും തിരിച്ചറിഞ്ഞ്. അപ്പോഴും പിന്നെ കുറെ പേര് തിരുത്തി കമന്റ് ഇട്ട് അത് വിഷ്ണുവിൻ്റെ അമ്മയല്ല, അപ്പുറത്തെ അമ്മയാണ് കൂട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ആളുകൾ വിശ്വസിച്ചില്ല. അങ്ങനെ അവരൊരു ഇന്റർവ്യൂവിന് പോയപ്പം ഇത് പറഞ്ഞായിരുന്നു. പക്ഷെ അത് കുറെ പേരൊക്കെ ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളതായിരിക്കും. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇതണക്ക്. അതായത് ഇപ്പൊ കുറച്ച് നാളുടെ ഒരു പ്രവണതയാണ് എന്നെ മാക്സിമം ബാഗ്, അതായത് ഇനി അമ്മായിമ്മയും മോള് കുത്തിരിപ്പാക്കാനാണ് എന്തോ അമ്മയാണ് നല്ലത്. എനിക്ക് കുറ്റം കുറേ ഞാൻ കമന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇതെല്ലാം ഇതുള്ള അതായത് ഇതെല്ലാം ഏറ്റെടുക്കാനുള്ള മൈൻഡായി മാറി. അതുകൊണ്ട് എനിക്ക് അതൊരു ബാഡ് കമന്റ് വരുന്നതൊന്നും ഒരു പ്രശ്നമില്ല. ഉളുപ്പൊക്കെ പോയി. അതുപോലെ അമ്മേനെ എല്ലാവരും പറയുന്നില്ല അമ്മ അടിപൊളിയാണ് സൂപ്പറാണ്. ആക്ച്വലി നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ആ ഒരു സംസാരമായാലും നമ്മുടെ വീഡിയോ ആണ് വിജയിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ട. അതിപ്പോ നമ്മളെ കൂടെ ഉള്ളവർ അത്രയും നല്ല നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മേനെ നല്ലത് പറയുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യുമോ, എനിക്കത് സന്തോഷമാണ്. അമ്മയുടെ ഓരോ വളർച്ച എനിക്കത് സന്തോഷമാണ്. കാരണം ആ ഒരു വളർച്ച നമുക്കതിൽ ഭാഗമാകാൻ പറ്റി. അമ്മയുടെ ആ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഷോമ ഇങ്ങനെ വരുമെന്ന്, ഈ ഒരു ലെവലിൽ എത്തുമെന്ന്. നമ്മളതിനൊരു കാരണം ആയല്ലേ എന്നോർത്ത് അമ്മയുടെ ഓരോ വളർച്ചയും സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അമ്മയെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ മിക്കവരും എന്നെ കുറ്റപ്പെടുത്തി പറയുമോ, പക്ഷെ എനിക്ക് സന്തോഷമാണ്. എന്റെ ഷോമ അങ്ങനെ പറയുന്നല്ലോ. പറയട്ടെ, ഞാൻ അവന്റെ അമ്മയില്ല. അപ്പൊ എന്റെ ഷോമേനെ നല്ലത് പറയുന്നത് എനിക്കിഷ്ടം. സത്യം ഞാൻ വിഷ്ണുവിന്റെ അമ്മയുണ്ട് കേട്ടാ, പാവമാണ്. വിഷ്ണുവിന്റെ അമ്മയും ഭയങ്കര സന്തോഷമാണ് ഞാൻ ചെയ്യുന്നത്. വിഷ്ണുവിനെ കളിയാക്കും നിന്റെ അമ്മ ശോഭയല്ലേ. വിഷ്ണുവിന്റെ അമ്മ കൂടെ അങ്ങനെ പറഞ്ഞ് വിഷ്ണുവിനെ കളിയാക്കും. നിന്റെ അമ്മ ശോഭയല്ലേ, ഞാനാണാ എന്തൊക്കെ ചോദിക്കും. എന്നാലും എന്നെ വഴി വെച്ച് കണ്ട വിഷ്ണുവിന്റെ അമ്മ ചിരിക്കും, സംസാരിക്കും, നമ്മളെങ്കിലും മിണ്ടയൊക്കെ ചെയ്യും. പക്ഷെ മിക്കവരും പറയുന്നുണ്ട് യഥാർത്ഥ അമ്മയെ കാണിക്കാൻ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കാണിക്കാൻ പറ്റും. വിഷ്ണുവിന് അമ്മയുണ്ട്, അച്ഛനില്ല. അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു. നമ്മൾ ഫോട്ടോ ഇട്ടായിരുന്നു. അതെ, അന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പല കേരളത്തിലും എല്ലായിടത്തും കാണുമല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. റിയൽ ഫാമിലിനെ നമുക്കൊരിക്കലും വീഡിയോയുടെ മുന്നേ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റിയൽ ഫാമിലിയെ കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഈ റിയൽ ഫാമിലി നിങ്ങൾ റിയലായിട്ട് സിനിമ എല്ലാവരും കണ്ടു കാണും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്.
അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മള് കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ അമ്മ കയറി. അമ്മയ്ക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, എന്തൊക്കെ ദോഷങ്ങളുണ്ടായി? എനിക്ക് ദോഷമൊന്നും ഉണ്ടായില്ല, എന്നെ എല്ലാവർക്കും അറിയാം. അതാണ് എനിക്ക് ഏറ്റവും ദോഷം ഭയങ്കര എന്തോ സന്തോഷം. അമ്മയെന്ന് വെച്ചാല് നമുക്കിപ്പം മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് താഴ്ത്തിക്കെട്ടും കളിയാക്കും. അത് നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഇതിൽ കൂടെ കളയുക. അതാണ് ആദ്യമൊക്കെ അങ്ങനെ ഒരുപാട് പേര് എന്നെ ഒരുപാട് പറഞ്ഞു നമ്മളവിടെ വന്നേന്. അവരോട് വന്നേനും. പക്ഷെ അത് അമ്മ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി ആദ്യമൊക്കെ ഇത്തിരി വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്നെ പറ്റി എൻ്റെ കമൻറ്റ് വായിക്കപ്പോഴാണ് എനിക്ക് സന്തോഷം. പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ രണ്ടാം മൂന്നാം പേരും വേറുള്ളത് പറഞ്ഞാൽ എനിക്കെന്ത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ആ ഒരു സ്ട്രഗിളിൽ കൂടെയൊക്കെ കയറി വന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി ഒത്തിരി. ആ സ്ട്രഗിളെല്ലാം കഴിഞ്ഞാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ സ്ട്രഗിൾ പറയാനാണെങ്കിൽ ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജിൽ വരുന്നു. അപ്പം നമ്മളിപ്പോൾ 2 പേരായിട്ട് തുടങ്ങി, ഇപ്പൊ 2 3 അല്ലേ? ഇപ്പൊ 5 പേരുണ്ട്. ചുമ്മാ അല്ല, ഒരു വീഡിയോ കാര്യം പറഞ്ഞത്. അല്ല, 5 പേരുണ്ട്. നമ്മള് മോനുണ്ട്, മോളുണ്ട്. പിന്നെ മാമിയുടെ കാര്യം എടുത്തു പറയാനും. കാരണം മാമി ആ ഒരു അത്രയും നാണം കെട്ട് പഴി കേട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ മാമി നമ്മളെ സഹായിച്ചു. അപ്പം മാമി എപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ വളർച്ചയിൽ ആണിക്കല്ലാണ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ കൂടെ ഒരു വലിയൊരു ഭാഗമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തുടർന്നും ഇതുപോലെ നമ്മുടെ അമ്മയെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം. ഈ ഒരു കോംബോ, ഈ 3 പേരുള്ള ത്രിമൂർത്തികളുടെ ഈ ഒരു കോംബോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ റിയാലിറ്റിയും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ ഒറിജിനൽ ഫാമിലി ഒരിക്കലും ചോദിക്കരുത്. കുറേ ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലൈഫ്, പച്ചയായ ജീവിതം. ഓക്കെ, പച്ച നമ്മളൊക്കെ തന്നെ പച്ച. നമ്മൾ സാധാരണക്കാരെ നമ്മളെന്താ ഭയങ്കര ഇതായിട്ടാണ് അഭിനയിക്കുന്നത്. സാധാരണക്കാരുടെ ഇതായിട്ട് ലൈഫായിട്ട് തന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ ടാറ്റാ. കമന്റ് ഇടണേ. ഒരാൾ കണ്ടാലും കമന്റ് ഇടണം. അതെ, കമന്റ് വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കമന്റ് ഒക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മാറണോ വേണ്ടെന്നുള്ള കമന്റാണ് ഇടേണ്ടത്. അതെ, അമ്മ ചോദിച്ചേക്കണം അമ്മ ഇതിന്ന് പിന്മാറണോ വേണ്ടേന്ന്. അപ്പൊ കമന്റ് ഇടണേ, ഞങ്ങള് പോട്ടെ. ചിരിയണ്ട. ബൈ ബൈ.